സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിജോസ് ആർ ഗെയിമിംഗ്. എല്ലാവർക്കും ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മളൊരു മോബ് ഫാം ഉണ്ടാക്കാൻ പോവാണ്. അതെ, നമ്മളൊരു മോബ് ഫാം ഉണ്ടാക്കാൻ തയ്യാറായിരിക്കുന്നു. നമുക്ക് ഒരു ഫോർച്യൂൺ 3 ഒപ്പിക്കണം. അതിനുവേണ്ടി 30 ലെവൽ വേണം. 30 ലെവൽ കിട്ടണമെങ്കിൽ എക്സ് പി വേണം. എക്സ് പി വേണമെങ്കിൽ ഒരു മോബ് ഫാം അർജൻറ്റാണ്. അല്ലെങ്കിൽ ഗോൾഡ് ഫാം ഉണ്ടാക്കിയാലും മതി. പക്ഷേ ഗോൾഡ് ഫാം ഇപ്പം തന്നെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചില്ല. ഞാൻ നെതറിൽ കയറിയിട്ട് പോലും ഇല്ല. അപ്പോൾ തന്നെ പിന്നെ ഞാൻ ഉണ്ടാക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. ഒരു ചെറിയൊരു മോബ് ഫാം തൽക്കാലം തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ വിചാരിച്ച്. പിന്നെ നമ്മളെ ബ്രീഡർ അവിടെ ഉണ്ട് കേട്ടോ. ബ്രീഡറിൽ നമുക്ക് വില്ലേജേഴ്സിനെ ഞാൻ കൊണ്ടുപോയിട്ടോളാം. അത് നിങ്ങളെ കാണിക്കില്ല. കാണിക്കാൻ നിന്നാൽ കുറേ ലെങ്ത് ആവും. ഇപ്പം തന്നെ ഇന്നത്തെ വീഡിയോ കുറേ ഉണ്ടാവും. അത് ഞാൻ മാക്സിമം ചുരുക്കിയിട്ട് ഈ വീഡിയോ ഇടാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് ഹാർട്ട് ഓഫ് ദ സീ. മനസ്സിലായോ? എനിക്കൊരു എന്താ പറയുക മാപ്പ് കിട്ടി. മാപ്പ് ഞാൻ അങ്ങനെ തപ്പിപ്പോയി ഒരു ഇത് കിട്ടി. എന്താ പറയുക, ട്രഷർ. അതന്നെ, ട്രഷർ കിട്ടിയപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഐറ്റംസാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ള കോബിൾ സ്റ്റോണൊക്കെ ഇതിലുണ്ട്. ഇത് പോരാ, ഇനിയും വേണ്ടി വരും. നമുക്ക് വുഡ് വെച്ച് ഉണ്ടാക്കിയാലോ എന്നാണ് ഞാൻ നോക്കണേ. നമുക്ക് വുഡ് ഐറ്റംസ് ആയിട്ട് സ്പ്രൂസ് ഉണ്ട്, 3 സ്റ്റാക്ക് ഉണ്ട്. പിന്നെ ഓക്കും ഉണ്ട്. ഇത് വെച്ച് തന്നെ ബിൽഡ് ചെയ്യാം. അതാവുമ്പം കുറേ ഉണ്ടാവുമെന്ന് തോന്നുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് മരം വെട്ടാം. ഈ വുഡ് വെച്ച് ഉണ്ടാക്കിയാൽ വർക്കാവുമെന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം ഇതൊക്കെ ഒന്ന് പ്ലാങ്ക്സ് ആക്കട്ടെ. അയ്യോ, കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കിപ്പോയി. പോട്ടെ, അത് അതിലെടുത്ത് വെച്ചേക്കാം. ഓക്കെ, നമുക്ക് വേണ്ടി കോബിൾ സ്റ്റോണും ബാക്കിയെടുക്കാം. അഥവാ ബ്ലോക്സ് ഒന്നും തികഞ്ഞില്ലെങ്കിലോ എന്ത് വിചാരിച്ചിട്ടാണ്. നൈറ്റായി കിടന്നുറങ്ങിയിട്ട് പോവാം. നൈറ്റായില്ല, പെട്ടെന്നാവ്. എന്താ പറ്റാത്ത? നൈറ്റായില്ലേ? ഓക്കെ, നമ്മളിത് ആ സൈഡിലോട്ടാണ് പോകാൻ പോകുന്നത്. കുറച്ച് കടലിലുണ്ടാക്കിയാലല്ലേ പെട്ടെന്ന് എഫിഷ്യൻ്റ് ആവുള്ളൂ എന്നൊക്കെയാണ് ഞാൻ കേട്ടത് കേട്ടോ. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. റെഡി ആയില്ലേ നമുക്ക് ട്യൂട്ടോറിയൽ നോക്കിയിട്ട് റെഡിയാക്കാം. അത് ഞാൻ ട്യൂട്ടോറിയലൊന്നും നോക്കില്ല. ഞാൻ പണ്ട് ഉണ്ടാക്കിയൊരു മോബ് ഫാമാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഇതൊക്കെ ഉണ്ടാവും. 1.21 മാറിയണോന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇവിടെ സെലക്ട് ചെയ്യുക. ആ കെൽപ്പിൻ്റെ മുകളിൽ. അയ്യോ, ഓക്കെ. ഇനി ബോട്ടൊന്ന് അങ്ങോട്ട് അടുപ്പിക്കുക. എന്നിട്ട് ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് മതിയെന്ന് തോന്നുന്നു. അല്ല, ഒന്നും കൂടി കൂട്ടാം. ഓക്കെ, ഇത് മതിയാ? എണ്ണ എടുത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ -63 വൈ ലെവലുള്ളത്. 163 വരെ പോകണം. അത് അവിടേക്ക് എത്തിയിട്ട് കാണാം. നമ്മളിങ്ങ് എത്തി. ഇവിടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. അതെന്താ വെച്ചാൽ നമ്മളെ കില്ലിങ് ചേമ്പർ ഇവിടെയാണ് വരുന്നത്. അപ്പം അത്യാവശ്യം നല്ല വീതി ഉണ്ടായിക്കോട്ടെ. ഓക്കെ, അത് കടന്നോട്ടെ. കാരണം എന്താ വെച്ചാൽ കയറി വരുമ്പം ഒരു ഇതായല്ലോ, എനിക്കൊരു അതാണ്. ഒരു ബ്ലോക്കും കൂടി ഇങ്ങോട്ട് വെച്ചുകൊടുക്കാം. ഇത് മതിയാവുമെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഒന്നുകൂടി വെക്കാം. ഓക്കെ, ഇത് മതി. ഇവിടെ 1 2 1 2 1 2
അയ്യോ, ഇത് മുറിക്കാം. ആക്സ് ഇപ്പോൾ പൊട്ടും ഗൈസ്. ആക്സും പിക്കാക്സൊക്കെ തീരാനായിരുന്നു. അതൊക്കെ ഒന്ന് വേറെ ഉണ്ടാക്കി വരേണ്ടി വരും. പിക്കാക്സ് ഏതായാലും ഫോർച്യൂൺ ഒപ്പിക്കുമ്പോൾ വേറെ ഒന്ന് ഞാൻ ഉണ്ടാക്കും. പിന്നെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യട്ടെ. ഓക്കെ, ഇത് മതി, ഇത് മതിയാവും, ഇത് മതിയാവണം. ഒന്നുകൂടെ. ഓക്കെ, ബ്ലോക്ക് എടുക്കാം. 2 1 2 1 2. ഓക്കെ, ഇതിനി 20 ബ്ലോക്കെങ്കിലും മിനിമം പോകണം. നോക്കട്ടെ, 163 ഉണ്ടാവുക. അപ്പം എത്ര വരെ പോകേണ്ടി വരും അറിയില്ല. പോയി നോക്കാം. ഞാൻ മുഴുവനും ഉണ്ടാക്കി കഴിഞ്ഞു. കാരണം എന്താ വെച്ചാൽ വീഡിയോ ഒന്നും കാണിച്ചില്ല. ഒന്ന് ഉറങ്ങട്ടെ. വേറെ ഒന്നുമല്ല, കാണിക്കാൻ നിന്നാൽ കുറേ ഉണ്ട്. ഞാൻ വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് എടുത്ത് നോക്കിയിരുന്നു. ഏകദേശം ഒരു 2 മണിക്കൂറിൻ്റെ അടുത്തുണ്ട്. അത്രയ്ക്ക് ലാഗായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. സോ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കി സെറ്റായി. ഇനിയിപ്പം ഇതിൽ കുറച്ച് നേരം AFK നിന്നിട്ട് ഇതിൽ മോബ്സ് വല്ലതും വരുന്നുണ്ടോയെന്ന് ഞാൻ നോക്കിയിട്ട് പറയാം. മോബ്സൊക്കെ വരുന്നുണ്ടോ നോക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് പോയിട്ടൊരു ഫോർച്യൂൺ 3 നമുക്ക് എൻചാൻറ്റിങ് ടേബിൾ ഉണ്ടോ നോക്കണം. ഒരു ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കാം. ഇത് ഞാൻ ഏതായാലും സേവ് ചെയ്ത് വെക്കും. ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് ഫോർച്യൂൺ 3 നമുക്ക് എൻചാൻറ്റിങ് ടേബിൾ ഉണ്ടോ നോക്കണം. 2 സ്റ്റിക്കും എടുത്ത് ഒരു പിക്കാക്സ് റെഡി. ഓക്കെ, ഇനി നമുക്ക് അയ്യോ പൊട്ടി. ഇതാണ് പ്രശ്നം. ക്രീപ്പർ വരുന്നേ ഞാൻ മിക്കവാറും പൂച്ചേനെ കൊണ്ട് വെക്കേണ്ടി വരും. ഇതിപ്പോൾ ഇങ്ങനെ ക്ലിയർ ചെയ്യുക. ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. 2 ഫെൻസ് ഗേറ്റ് ഉണ്ടാക്കി. അത് നമുക്ക് ഇവിടെ വെച്ചേക്കാം. കാര്യം എന്താ വെച്ചാൽ ഇനിയും ക്രീപ്പറൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇനി നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിലൂടെ പോകാൻ കഴിയില്ല. ഓക്കെ, ഇനി അത് തുറന്ന് തന്നെ പോകാൻ പറ്റുള്ളൂ. അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്തു. നമുക്ക് ഓക്കെ, ഫോർച്യൂൺ 3 കിട്ടുന്നുണ്ടോ നോക്കട്ടെ. അങ്ങനെ നമ്മളെ മോബ് ഫാം വർക്കായി. അവിടെ ഒരു സോംബിയുടെ കാല് കണ്ട നമ്മളെ മോബ് ഫാം വർക്കായി. അത്ര എഫിഷ്യൻ്റ് ഒന്നല്ല. നീ സോഡ് കൊണ്ട് ചാവണം. ഓക്കെ, 3 XP അങ്ങനെ കിട്ടി. 3 അല്ല, അത് ഓൻ്റെ 3 XP അറിയുമ്പോൾ നമുക്കൊരു XP പോലും തികയൂല. ചങ്ക് കുറച്ചിട്ടാൽ മതിയോ? ചങ്ക് കുറച്ചിട്ടാൽ എനിക്ക് തോന്നുന്നു സ്പീഡ് കൂടുമെന്ന് തോന്നുന്നു. നമുക്ക് 5-ലിടാം. ഇനി അത് വർക്കാവേണ്ടതാണ്. ഒന്നും കൂടി മുകളിലോട്ട് പോയി നോക്കണം. പെട്ടെന്ന് കേറ്. ഇവിടെ ഒന്നിനും കാണാനില്ല. ഞാൻ തോന്നി. വന്നു. നമുക്ക് മോബ് ഫാം വർക്കായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചങ്ക് കുറച്ചിട്ടാൽ മാക്സിമം എഫിഷ്യൻ്റ് ആവുമെന്ന് തോന്നുന്നു. അങ്ങനെയാണ് വർക്കാവേണ്ടി. അപ്പം ഞാൻ ഇങ്ങോട്ട് കയറുമ്പോഴൊക്കെ ചങ്ക് കുറച്ചിടേണ്ടി വരും. രണ്ടാമത്തതും വന്ന്. അപ്പം അത്ര എഫിഷ്യൻ്റ് ഒന്നുമല്ല. 1-2 ഒക്കെ വന്ന് അങ്ങനെയാണ് ഇപ്പോൾ വരുന്നത്. നൈറ്റും ആയി. ഫോർച്യൂൺ 3 കിട്ടുമോ നോക്കട്ടെ. സോ ഗൈസ്, നമ്മൾ ഫോർച്യൂണൊക്കെ എടുത്ത് നോക്കി. നമുക്ക് ഫോർച്യൂൺ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ലാപ്പീസ് ഇല്ല. ഞാൻ അടുത്ത എപ്പിസോഡിൽ ലാപ്പീസൊക്കെ സെറ്റ് ചെയ്തോളാം. പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളൊരു മൾട്ടിപ്ലെയർ സീരീസും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു LFSC എന്ന് പറയുന്ന ഒരു സെർവറും കൂടി പുതിയതായിട്ട് കളിക്കാൻ പോവാണ്. അപ്പം അതിൻ്റെ വീഡിയോ ഉടനെ വരും. മൾട്ടിപ്ലെയർ മിക്കവാറും നേരത്തെ ഇടും. LFSC ആണ് കുറച്ചും കൂടി ഒന്ന് ലാഗാവുക. എന്തായാലും അടുത്ത വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റ ബൈ ബൈ.